الله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها بث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തു നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. അസുഖം റബ്ബിൽ നിന്നുള്ളൊരു പരീക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഏതെങ്കിലും രൂപത്തിലുള്ള രോഗങ്ങൾക്ക് നാം വിധേയരായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്
ونقص من الأموال والأنفس والثمرات وبشر الصابرين. തീർച്ചയായും ഭയത്തിലൂടെ, പട്ടിണിയിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, രോഗങ്ങളിലൂടെ, സമ്പത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരായ ആളുകളുടെ മരണങ്ങളിലൂടെ, ഈ രൂപത്തിൽ പല നാനാതരത്തിലുള്ള പരീക്ഷണങ്ങൾ റബ്ബിന്റെ അടുക്കൽ നിന്നുണ്ടാകും. വലനബ്ലുവന്നക്കും, അള്ളാഹ് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. പല പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് വബശ്ശിരി സ്വാബിരീൻ, അങ്ങനെയുള്ള ക്ഷമാലുക്കളായ ആളുകൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത്. അപ്പൊ ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, അസുഖങ്ങൾ വന്നാലും, പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ, അവിടെ നമുക്കെന്തുണ്ട്? വിജയമുണ്ട് എന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, അസുഖങ്ങൾ നമുക്ക് മാത്രമുള്ളതല്ല. നമ്മുടെ മുൻ സമുദായങ്ങളിൽ കടന്നുപോയ മുഴുവൻ ആളുകൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? പല രൂപത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ട്. ഒരിക്കല് ഉമ്മു അലാ റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുകയാണ്. അവർക്ക് അസുഖബാധിതയായി അവർ കിടക്കുന്ന സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാനായി പോകുന്നത്. അവിടെ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്ന വാക്കുകൾ, അബ്ശിരിയ ഉമ്മ അലാ, ഏ ഉമ്മ അലാ, നീ സന്തോഷിക്കുക. ഈ അസുഖത്തിൽ, ഈ പ്രയാസത്തിൽ നീ നേരിടേണ്ടി വരുന്ന ഈ വിഷമത്തില് നീ സന്തോഷിക്കുക എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന മറളൽ മുസ്ലിമി യുദ്ഹിബുല്ലാഹു ബിഹി ഖതായ. ഒരു മുസ്ലിമിനെ ഏതെങ്കിലും രൂപത്തിലുള്ള അസുഖങ്ങൾ അവന്റെ ജീവിതത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ ആ അസുഖങ്ങൾ, രോഗങ്ങൾ കാരണം അള്ളാഹു അവന്റെ പാപങ്ങളെ മുഴുവനും എന്ത് ചെയ്യും? ഒഴുക്കിക്കളയും എന്ന് പറഞ്ഞു. ഏതുപോലെ കമാ തുദ്ഹിബുൻ നാറു ഖബസൽ ദഹബി വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും, ആ സ്വർണത്തിലും വെള്ളിയിലുമൊക്കെ ഏതെങ്കിലും രൂപത്തിലുള്ള ചെളികളോ അഴുക്കുകളോ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ തീയിലിട്ട് കരിക്കുന്നതിലൂടെ കത്തിച്ചുകൊണ്ട് എങ്ങനെയാണോ സ്വർണവും വെള്ളിയും അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കിയെടുക്കുന്നത്, അതുപോലെ ഒരു മുസ്ലിമിന് അസുഖം വന്നാൽ ആ അസുഖത്തിൽ അവൻ ക്ഷമിക്കുന്നത് മുഖേന അവന്റെ പാപങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? അവനെ ശുദ്ധീകരിച്ചെടുക്കും എന്നതാണ്. അതുകൊണ്ട് അസുഖങ്ങൾ വരുമ്പോൾ സന്തോഷിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിന് നൽകിയിട്ടുള്ള ഒരു ഉപദേശം, മുസ്ലിമീങ്ങൾക്ക് നൽകുന്ന ഉപദേശം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പനി ബാധിച്ച് കിടക്കുകയാണ്. അവിടെ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വേണ്ടി ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഹുവ യുഅഖു വഅഖൻ ശദീദ, നല്ല ശക്തമായ പനി പിടിച്ചു കിടക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിക്ക് വല്ലാത്ത പനിയാണ്, ക്ഷീണമാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, ഇന്നക ലതുഅഖു വഅഖൻ ശദീദ ഇന്ന ദാക ബിഅന്ന ലക അജ്റൈൻ. നബിയേ, താങ്കൾക്ക് ശക്തമായ പനിയുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, താങ്കൾക്ക് 2 ഇരട്ടി പ്രതിഫലമുണ്ട്, ഇരട്ടി പ്രതിഫലമാണല്ലോ അള്ളാന്റെ അടുക്കൽ നിന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അതെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ശക്തമായ പനിയുണ്ട്, അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ നിന്ന് എനിക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദാ, മുസ്ലിമിനെ ഏതെങ്കിലും രൂപത്തിലുള്ളൊരു കഷ്ടം ബാധിക്കുകയാണ്, ഒരു പ്രയാസം ബാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇല്ലാ ഹാത്തല്ലാഹു അൻഹു ഖതായ, അള്ളാഹു അവന്റെ ശരീരത്തിൽ നിന്ന്, അവനിൽ നിന്ന് എന്ത് ചെയ്യും? പാപങ്ങളെ ഇങ്ങനെ പൊഴിച്ചു കളയും എന്ന് പറഞ്ഞു. ഏതുപോലെ കമാ തഹാതു വറഖു ഷജർ, ഒരു മരം, ആ മരത്തിന്റെ ഇലകളെ എങ്ങനെയാണോ ആ മരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നത്, അതുപോലെ ഒരു മുസ്ലിമിൽ നിന്ന് എന്ത് ചെയ്യും? അവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കൊണ്ട്, വേദന കൊണ്ട്, അസുഖങ്ങൾ കാരണം, രോഗങ്ങൾ കാരണം, അവന്റെ ദുരിതങ്ങൾ കാരണം അവന്റെ പാപങ്ങൾ ഇങ്ങനെ മരത്തിൽ നിന്ന് ഇല പൊഴിയുന്നത് പോലെ പൊഴിഞ്ഞു പോകും എന്നതാണ്. അതുകൊണ്ട് അസുഖങ്ങൾ ബാധിക്കുമ്പോൾ സന്തോഷിക്കാൻ, ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുസീബുൽ മുഅ്മിന മിൻ ഷൗകത്തിൻ ഫമാ ഫൗഖഹാ ഇല്ലാ റഫഅഹു അല്ലാഹു ബിഹാ ദറജ. ഒരു മുസ്ലിമിന് എന്തെയാണ്? ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ കാലിലോ കയ്യിലോ എവിടെയെങ്കിലും ഒരു മുള്ളു തറച്ചു, അതല്ല അതിനേക്കാൾ വലുതായ
ഏതൊരു ദുരിതവും ഒരു മുസ്ലിമിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇല്ലാ റഫഅല്ലാഹു ബിഹാ ദറജ, ആ വേദന മുഖേന, ആ കഷ്ടപ്പാട് മുഖേന അവന്റെ ദറജ ഇങ്ങനെ അള്ളാഹു ഉയർത്തി കൊടുക്കാതിരിക്കുകയില്ല. ഏതുപോലെ ആ വേദന മുഖേന അവന്റെ ദറജകൾ ഉയർത്തുക മാത്രമല്ല, അവന്റെ പാപങ്ങളും ഖതീഅത്തുകളും മുഴുവനും എന്ത് ചെയ്യും? അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കും, അവനിൽ നിന്നത് കഴുകിക്കളയും എന്നതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ സന്തോഷിക്കണം. ഒരു പനി വരുമ്പോ, ഒരു തലവേദന വരുമ്പോ, ശരീരത്തിനൊരു വേദന വരുമ്പോ, ഏതെങ്കിലും രൂപത്തിലുള്ള അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ നമ്മൾ ക്ഷമ വിട്ടുകൊണ്ടുള്ള പെരുമാറ്റങ്ങൾ, മനോഭാവങ്ങൾ നമുക്കുണ്ടാകാൻ പാടില്ല. അവിടെ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. ഏറ്റവും ദുരിതമായ, പ്രയാസകരമായ, വേദനാജനകമായ അസുഖങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ ബാധിക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് അവനോട് അത്രയും ഇഷ്ടമുണ്ട് എന്ന് നല്ല മനോഭാവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സമീപിക്കാൻ തയ്യാറാകണം. അവിടെ ക്ഷമിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ പ്രതിഫലം എന്നുള്ളത് കൂടി, സന്തോഷ വാർത്ത എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മുടെ ജീവിതത്തിലൊക്കെ അസുഖങ്ങൾ വരും, പല രൂപത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അസുഖങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ ആ രോഗിയായ ആളുടെ കടമകൾ എന്തൊക്കെയാണെന്ന് നാം തിരിച്ചറിയണം. എന്താണ് നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട കാര്യം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷമിക്കുക എന്നതാണ്. ക്ഷമിക്കണം. അസുഖം വന്നാൽ, വേദന വന്നാൽ എല്ലാത്തിലും നമ്മൾ ക്ഷമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. ഇന്ന അംറുഹു കുല്ലുഹു ഖൈർ, അവന്റെ ജീവിതത്തിലെ എല്ലാം അവനക്ക് നന്മയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്കല്ലാതെ ഈ പ്രതിഫലം ലഭിക്കുകയില്ല, ഈ നന്മ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് ഇൻ അസാബതുഹു സറാഹ് ശകർ, അവനക്കൊരു സന്തോഷം വന്നു, ആ സന്തോഷം വരുമ്പോൾ അവൻ അള്ളാഹുവിനോട് നന്ദി കാണിച്ചു. ഫകാന ഖൈറൻ ലഹു, അത് അവനക്ക് നന്മയാണ്. ഇനിയോ ഇൻ അസാബതുഹു ളറാഹ്, അവനക്കൊരു കഷ്ടം വന്നു, ഒരു വേദന വന്നു. സബറ, ആ കഷ്ടപ്പാടിൽ, വേദനയിൽ അവൻ ക്ഷമിക്കുകയും ചെയ്താൽ ഫകാന ഖൈറൻ ലഹു, അത് അവനക്ക് നന്മയാണെന്ന് പറഞ്ഞു. സന്തോഷങ്ങൾ വരുമ്പോ, വല്ലാത്ത ആനന്ദങ്ങൾ വരുമ്പോ നമ്മൾ അള്ളാഹിനോട് നന്ദി കാണിക്കണം. ആ നന്ദി കാണിക്കുന്നത് മുഖേന നമുക്ക് നന്മയായിട്ട് മാറും. വേദനകൾ വരുമ്പോ, ടെൻഷനുകൾ വരുമ്പോ, ദുരിതങ്ങൾ വരുമ്പോ, റബ്ബിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക. ആ ക്ഷമയിലും വിശ്വാസിക്ക് പ്രതിഫലമാണ്. അപ്പൊ നന്മ വന്നാലും ഷർറ് വന്നാലും അവനിക്കതിൽ എന്തുണ്ട്? പ്രതിഫലമുണ്ട്. അവനിക്കത് ഹൈറല്ലാതെ മറ്റൊന്നുമാകില്ല. ആ മനോഭാവം നമുക്കുണ്ടാകണം സഹോദരങ്ങളെ. രണ്ടാമതായി, ക്ഷമിച്ചു കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ ചെയ്യേണ്ട അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. നാം മനസ്സിലാക്കിയത് വെച്ച് ഏറ്റവും വലിയ രോഗം പിടിപെട്ടത് അയ്യൂബ് നബി അലൈഹിസ്സലാമിനായിരുന്നു. ആ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് കഷ്ടങ്ങൾ ബാധിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബം, ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും അദ്ദേഹത്തെ വിട്ടെറിഞ്ഞ് പോവുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും പോയി നഷ്ടപ്പെട്ടു. വല്ലാത്ത ഇടങ്ങേറിലും പ്രയാസത്തിലും ശാരീരികമായ ബുദ്ധിമുട്ടുകളിലുമൊക്കെ നിൽക്കുമ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന അന്നീ മസ്സനി അദ്ദുർ വ അൻത അർഹമുർ റാഹിമീൻ, റബ്ബേ എനിക്കിതാ ദുരിതം ബാധിച്ചിരിക്കുന്നു, കഷ്ടം ബാധിച്ചിരിക്കുന്നു, നീ എനിക്ക് എൻ്റെ അസുഖങ്ങളെ മാറ്റിത്തരണം. അൻത അർഹമുർ റാഹിമീൻ, കരുണ കാണിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാൻ നീയല്ലോ റബ്ബേ, അതുകൊണ്ട് എന്നോട് കരുണ കാണിക്കണേ എന്നാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. രോഗം വന്നാൽ നമ്മൾ ക്ഷമിക്കുകയും അള്ളാഹിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതാണ് വിശ്വാസി ചെയ്യേണ്ട കാര്യം. മൂന്നാമതായി ആ വിശ്വാസി ചെയ്യേണ്ടത് അസുഖത്തിനെ ചികിത്സിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ, അള്ളാഹു ഒരു അസുഖത്തെയും ഇറക്കിയിട്ടില്ല ആ അസുഖത്തിന് മരുന്ന് നിശ്ചയിക്കാതെ. ഏതൊരു അസുഖവും ഈ ഭൂമി ലോകത്തുണ്ടോ, നമ്മുടെ കേട്ടുകേൾവിയിലും പരിചയത്തിലും ഉള്ളതും നമുക്കറിയാത്തതുമായ ഏതെല്ലാം അസുഖങ്ങളുണ്ടോ, ഒരു അസുഖത്തെ അള്ളാഹ് പടച്ചിട്ടുണ്ടെങ്കിൽ ആ അസുഖത്തിനുള്ള മരുന്നും എന്ത് ചെയ്തിട്ടുണ്ട്? റബ്ബിൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് എത്താൻ എന്ത് ചെയ്യും? ഒരു പക്ഷെ മനുഷ്യന്റെ ഗവേഷണം ഒരുപാട് വേണ്ടി വന്നേക്കും. അത് എത്തുന്നത് വരെ ആ അസുഖത്തിനുള്ള മരുന്ന്, ഫലപ്രദമായ മരുന്ന് കണ്ടുപിടിച്ചാൽ അതോടുകൂടി എന്ത് ചെയ്യും? ആ അസുഖം റബ്ബിന്റെ കാരുണ്യത്തോടുകൂടി സുഖപ്പെടുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതെല്ലാം അസുഖങ്ങളുണ്ടോ മാറാത്തതായിട്ട് ഒരസുഖവുമില്ല, ഒന്നല്ലാതെ അത് മരണമാണ്.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചികിത്സിക്കണം. അത് നമ്മുടെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള, ഇസ്ലാം കൽപ്പിച്ചതായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലം യൻസിൽ ദാഅൻ ഔ ലം യഖ്ലുഖ് ദാഅൻ ഇല്ലാ അൻസല ഔ ഖലഖ ലഹു ദവാഅൻ. അല്ലാഹു ഒരു അസുഖത്തെ സൃഷ്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ അല്ലാഹു ഒരു അസുഖത്തെ ഇറക്കിയിട്ടില്ല അതിനുള്ള മരുന്ന് സൃഷ്ടിക്കുകയോ ഇറക്കുകയോ ചെയ്യാതെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അലിമഹു മൻ ഇൽമ, അലിമഹു മൻ അലിമ. അതായത് ആരാണോ ആ മരുന്നിനെ മനസ്സിലാക്കിയത്, ആ ചികിത്സയെ മനസ്സിലാക്കിയത്, അവനത് തിരിച്ചറിഞ്ഞു. വജഹിലഹു മൻ ജഹില. ആരാണോ അതിനെ മനസ്സിലാക്കാത്തവനായിട്ടുള്ളത് അതിൽ നിന്നവൻ അജ്ഞതനായി മാറി. എന്നിട്ട് പറയാണ്, ഇല്ല സാം, സാം ഒഴികെ എന്ന് പറഞ്ഞു. അറബി വാക്കാണ് സാം. എന്താണ് സാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചപ്പോൾ, വമസ്സാമു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അൽ മൗത്ത്, അത് മരണമാണ്. മരണത്തിന് എന്തില്ല? ഒരു പ്രതിവിധിയില്ല. മരണം ഒരാളെ പിടികൂടുന്ന സമയമെത്തിയാൽ അത് അവനെ പിടികൂടുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും സാധ്യമാവുകയില്ല. അതല്ലാത്ത ഏതെല്ലാം അസുഖങ്ങളുണ്ടോ അതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹ് മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അസുഖം വന്നാൽ ചികിത്സിക്കണം. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അസുഖം വന്നാൽ എന്ത് ചെയ്യും? ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കുറേ നാള് അത് മൂർച്ഛിക്കുന്നത് വരെ, കഠിനമാകുന്നത് വരെ ചികിത്സിക്കാതെ അള്ളാഹ് മാറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരായ ആളുകൾ. അള്ളാഹ് മാറ്റും, അള്ളാഹ് അസുഖം മാറ്റും. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. അസുഖത്തെ സൃഷ്ടിച്ചതാരാണ്? അള്ളയാണ്. അസുഖത്തെ മാറ്റുന്നത് ആരാണ്? അള്ളയാണ്. അള്ളാഹ്ക്ക് മാറ്റാൻ കഴിവില്ലാത്തതായ ഒരു അസുഖവും അള്ളാഹ് പടച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹ് മാറ്റും, അത് ശരി തന്നെയാണ്. പക്ഷേ അള്ളാഹ് നിശ്ചയിച്ചതായ സബബുകളെ നമ്മൾ സ്വീകരിക്കണം. അതായത് അസുഖം വന്നാൽ ക്ഷമിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ചികിത്സ നേടുക എന്നുള്ളത് ഇസ്ലാം കൽപ്പിച്ചതായ കാര്യമാണ്. അതുകൊണ്ട് അതിന് ഏത് രൂപത്തിലുള്ള ചികിത്സയാണോ ഫലപ്രദമാകുന്നത്, ആ അള്ളാഹ് അനുവദിച്ച രൂപത്തിലുള്ള, ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള ചികിത്സകൾ വിശ്വാസികൾ തേടേണ്ടതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅകും ഫീമാ ഹറമ അലൈക്കും. അള്ളാഹ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കി തന്നിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? ശമനം തേടരുത്, ശിഫ തേടരുത് എന്ന് പറഞ്ഞു. അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ മുഖേന ഒരു അസുഖത്തെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ, മദ്യം ഹറാമാണ്, മുസ്ലിമീങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു? ആ മദ്യത്തെ ചില അസുഖങ്ങൾക്കുള്ള, രോഗങ്ങൾക്കുള്ള, ശാരീരിക ബുദ്ധിമുട്ടുകൾക്കുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. പാടില്ലാത്തതാണ്. രക്തം ഹറാമാക്കിയതാണ്. രക്തത്തിലൂടെയുള്ള ചികിത്സകൾ, രക്തം കൊണ്ടുള്ള ചികിത്സകൾ പാടില്ലാത്തതാണ്. നമുക്കറിയാം, മൂത്രം, വിസർജ്യം, അതൊക്കെ അള്ളാഹ് ഹറാമാക്കി, അതല്ലെങ്കിൽ അനുവദിച്ചു തരാത്തതായ കാര്യങ്ങളാണ്. അത് നജസ്സാണ്. ചില ആളുകൾ പറയാറില്ലേ, ഗോമൂത്രം കുടിച്ചാൽ ശരീരത്തിന്റെ കടച്ചിലും വേദനകളും നീരുകളൊക്കെ മാറും എന്നൊരു പഴമൊഴി ഇവിടെയുണ്ട്. അത് ഇന്നും നിലനിർത്തി പോരുന്ന ചില ആളുകളുണ്ട്. ആ രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഗോമൂത്രം കുടിച്ചുകൊണ്ട് അതിനെ ചികിത്സിക്കാൻ പാടില്ല. ഈ രൂപത്തിൽ ഒരുപാട് വിഷയങ്ങൾ, അള്ളാഹ് ഹറാമാക്കിയ വസ്തുക്കളെ കൊണ്ടോ അള്ളാഹ് ഹറാമാക്കിയ രീതികൾ കൊണ്ടോ ഒരു അസുഖത്തെ ചികിത്സിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ, ഇന്ന് നമ്മുടെ ഈ ലോകത്ത്, നാം ജീവിക്കുന്ന ഈ ലോകത്ത് 400-ലധികം ചികിത്സാ രീതികൾ ഉണ്ടെന്നാണ് പഠനം പറയുന്നത്. 400-ലധികം ചികിത്സാ രീതികൾ. അതിലൊന്ന് മാത്രമാണ് അലോപ്പതി, ആയുർവേദം, ഹോമിയോ, അങ്ങനെ തുടങ്ങി നമ്മൾ കേട്ടതും അറിഞ്ഞതുമായ, നമുക്ക് എണ്ണാൻ സാധിക്കുന്നതും എണ്ണാൻ സാധിക്കാത്തതുമായ ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. 400-ലധികം ചികിത്സാ രീതികളുണ്ടെന്ന് നമ്മളൊന്നും തന്നെ എണ്ണി നോക്കിയാൽ നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലായി ഏതൊക്കെ രൂപത്തിലുള്ള ക്ലിനിക്കുകൾ, ട്രീറ്റ്മെന്റ് സെന്ററുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. അക്യുപഞ്ചർ തുടങ്ങി, പ്രകൃതി ചികിത്സകൾ തുടങ്ങി, ഇങ്ങനെ നമുക്ക് എണ്ണാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് വ്യത്യസ്തമായ രൂപത്തിലുള്ള ചികിത്സാ രീതികൾ. മുസ്ലിമീങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കൊരു അസുഖം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ അസുഖത്തിന് നമ്മൾ ചികിത്സ തേടണം. പക്ഷെ അസുഖത്തിന് നമ്മൾ ചികിത്സ തേടുമ്പോൾ അള്ളാഹ് അനുവദിച്ചു തന്നിട്ടുള്ള ഹലാലായ രൂപത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ മാത്രമേ നമ്മൾ തേടാവൂ. നിങ്ങൾ ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാകും, ഇന്ന് നമ്മുടെ കേരളക്കരയിൽ വളരെയധികം സജീവമായി വ്യാപൃതമായി കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ എനർജി ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എനർജി ഹീലിംഗ് എന്ന് പറഞ്ഞ്. സത്യത്തിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്നൊന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്താണ് നടക്കുന്നത്?
ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ചികിത്സ തേടുന്നുണ്ട് എങ്കിൽ ആ ചികിത്സയ്ക്ക് കൃത്യമായ സബബുണ്ടായിരിക്കണം, കാര്യകാരണ ബന്ധമുണ്ടായിരിക്കണം. ഒരു പനി വന്നു, അവിടെ നമ്മളൊരു ഗുളിക കഴിച്ചു. ആ ഗുളിക കഴിക്കുന്നതിലൂടെ അതിന്റെ പ്രവർത്തനങ്ങൾ വഴി എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ എഫക്റ്റ് ഉണ്ടായി ആ അസുഖം മാറുന്നു. അവിടെ ഒരു സബബുണ്ട്, കാരണമുണ്ട്, കാര്യകാരണ ബന്ധമുണ്ട്. ഈ കാര്യകാരണ ബന്ധമില്ലാത്ത ഏതൊരു എത്ര വലിയ ചികിത്സയാണ് എന്ന് പറഞ്ഞാലും, എത്ര വലിയ രീതികളാണെന്ന് പറഞ്ഞാലും അത് മുസ്ലിം എന്ത് ചെയ്യാൻ പാടില്ല? സപ്പോർട്ട് ചെയ്യാനോ സ്വീകരിക്കാനോ പാടില്ലാത്തതാണ്. മരുന്നില്ലാതെ ചികിത്സിക്കുന്നതായ ഒരുപാട് ചികിത്സകൾ നമുക്ക് കേരളത്തിലുണ്ട്. ഇപ്പൊ കാലൊന്നുളുക്കി അത് കൃത്യമായി അതിന്റെ മർമ്മം അറിഞ്ഞ് പിടിച്ചിടാൻ സാധിക്കുന്ന ആളുകൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ചികിത്സാ രീതിയാണ്, അത് നമുക്ക് പിടിച്ചിടാം. കഴിക്കണമെന്നുള്ള ഒരു സബബും അവിടെ ഇല്ല, മരുന്ന് കഴിക്കണമെന്നുള്ള ഒരു നിബന്ധനയും അവിടെ ഇല്ല. ആ രൂപത്തിലുള്ള പല ചികിത്സകളുമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ വ്യാപൃതമായി കൊണ്ടിരിക്കുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എനർജി ഹീലിംഗ്. അവിടെ പോയി നിന്നിട്ട് കണ്ണടച്ച് കയ്യും നീട്ടിയിരിക്കുന്ന ഒരു പ്രവൃത്തി. അവിടെ എങ്ങനെയാണ് ഒരു സബബുണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വീക്ഷണം ഈ രൂപത്തിലുള്ള എനർജി ചികിത്സകൾ മുഴുവനും എന്താണ്? ഹറാമാണ്, പാടില്ലാത്തതാണ്. അതിൽ ശൈത്താന്റേതായ പ്രവർത്തനങ്ങളുണ്ട് എന്ന് വരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്നതായ പണ്ഡിതന്മാരുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ വിഷയത്തെക്കുറിച്ച് ഒരു കാര്യകാരണ ബന്ധവും എന്ത് ചെയ്യുന്നില്ല, അവിടെ നടക്കുന്നില്ല. ചില ആളുകൾ പറയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക, ഇവിടെ വന്നാൽ ഞാൻ പറയുന്നത് അനുസരിക്കുക, എന്നോട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അസുഖത്തെക്കുറിച്ച് പറയണ്ട, നിങ്ങൾക്ക് എന്താണ് അസുഖമെന്ന് എന്ത് ചെയ്യണ്ട, എന്നോട് പറയണ്ട, അതുകൊണ്ട് എന്നെ പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അനുസരിക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ ആ ബുദ്ധിമുട്ടുകളൊക്കെ, അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അതോടുകൂടി നിങ്ങൾക്ക് മാറും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? മനുഷ്യന്മാർ അവിടെ പോയിട്ട് കണ്ണടച്ചിരിക്കുന്നു. ഈ വ്യക്തികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഭൂമിയിൽ നിന്ന്, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് എനർജി ഞാൻ എടുത്തിട്ട് എൻ്റെ എനർജി ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് വാദിക്കുന്നത്. എൻ്റെ എനർജി ഞാൻ നിങ്ങൾക്ക് തരുന്നു. മുസ്ലിമെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ എനർജി ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ എനർജി എന്ന് പറയാൻ അധികാരമുള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹ്ക്ക് മാത്രമാണ് എൻ്റെ എനർജി ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ എനർജി ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയാനുള്ള അധികാരമുള്ളത്. ഒരു സൃഷ്ടിക്കും അതുകൊണ്ട് സാധിക്കുകയില്ല, അതിന് തരാൻ സാധിക്കുകയില്ല. നമ്മുടെ കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കി, ശാസ്ത്രീയമായി സയന്റിഫിക്കലായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എൻ്റെ എനർജി ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എൻ്റെ എനർജി അതോടുകൂടി നഷ്ടപ്പെടും. ഞാൻ അട്ടർ ഫ്ലോപ്പായി പോകും, തളർന്നു പോകും. എങ്ങനെയാണ് എൻ്റെ എനർജി ഇവിടെ കൂടിയിരിക്കുന്ന 10, 20, 500, 1000 വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യന് കൊടുക്കാൻ സാധിക്കുക? പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ആത്മീയമായി ജീവിക്കുന്നവരായ ആളുകൾ ഭൗതികമായ ദുനിയാവിന്റെ എല്ലാ തട്ടിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട്, നമ്മളൊക്കെ പണ്ട് ഈ മുനിമാരുടെയൊക്കെ കഥകൾ വായിക്കുമ്പോൾ തപസ്സിരിക്കുന്നവരായ ആളുകൾ ആത്മനിയന്ത്രണം നേടാൻ വേണ്ടി തപസ്സിരിച്ചുകൊണ്ട് ആ ഒരു ആർജിച്ചെടുക്കുന്നതായ ഒരു സിദ്ധിയെ പറ്റി നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കേട്ടുകഥകൾ മാത്രമാണത്. അങ്ങനെ നമ്മൾ ഒഴിഞ്ഞിരുന്ന് ഒരാൾക്ക് ആത്മീയമായി, അതല്ലെങ്കിൽ അയാളുടെ മെന്റൽ ഹെൽത്തിനെ ആ രൂപത്തിൽ അയാൾക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു വികാരങ്ങളും വരാൻ പാടില്ല. പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാളിൽ ഒരു വികാരങ്ങളും ഉണ്ടാകാൻ പാടില്ല. എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനായിരിക്കണം അവൻ. പക്ഷേ ഈ എനർജി ഹീലിംഗ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് വൈകാരികമായി ദേഷ്യപ്പെടുന്നുണ്ട്. അയാൾക്ക് ആ ദേഷ്യം എന്നുള്ളൊരു വികാരം വരുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് എനർജി മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുക? ഒരിക്കലുമില്ല, അതിനെ സാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് ഈ ആളുകളൊക്കെ പറയുന്നത്, എനർജി ഹീലിങ്ങിന് പോകുന്ന ആളുകൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അയാൾ പതിവായി കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളെ എന്ത് ചെയ്യണം? ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യുക. ഇതോടുകൂടി തീർന്ന് ഇനിയും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഈ മരുന്നുകളൊന്നും കഴിക്കേണ്ട, ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. അവർക്കൊരു അടിമപ്പെട്ടുകൊണ്ട്, വിധേയപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർ പറയുന്നത് മുഴുവനും കേട്ട് ഭാവിയിലേക്ക് രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി കടന്നു വരുന്നവരായ ആളുകൾ. ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വർഷങ്ങളായി, അതല്ലെങ്കിൽ നാളുകളായി, മാസങ്ങളായി ഈ എനർജി ഹീലിംഗ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരായ ആളുകൾ പിൽക്കാലത്ത് എന്തായി മാറുന്നു? മാനസികമായ ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവരുടെ മനസ്സിനെ തന്നെ, അവരെ തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ള വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ രൂപത്തിൽ സബബില്ലാത്ത, കാര്യകാരണ ബന്ധമില്ലാത്ത, സംശയാസ്പദമായിട്ടുള്ള മുഴുവൻ രീതികളിൽ നിന്നും എന്ത് ചെയ്യണം? വിശ്വാസികൾ വിട്ടുനിൽക്കണം. അതിന് യാതൊരു വിധത്തിലുമുള്ള തെളിവില്ല.
അത് വസീലത്ത് ഷിർക്കാണ്, ഷിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. അതല്ല ആ വ്യക്തി വാദിക്കുകയാണ് ഞാൻ എൻ്റെ എനർജി നിങ്ങൾക്ക് തരുന്നു എന്ന് വാദിച്ചാൽ അത് പച്ചയായ ഷിർക്കുമാണ്. അതിലേക്ക് വിശ്വാസികൾ എന്ത് ചെയ്യാൻ പോകാൻ പാടില്ല. അതുകൊണ്ട് കാര്യകാരണ ബന്ധമുള്ള ചികിത്സകൾ മാത്രം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസുഖം വന്നാൽ വ്യാജ സിദ്ധന്മാരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സമീപിക്കരുത്. കൃത്യമായി മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ആ പഠനത്തിന് വിധേയമായിക്കൊണ്ട് ആ രൂപത്തിൽ ആളുകൾ ആരൊക്കെയാണോ ചികിത്സിക്കുന്നത് ആ രൂപത്തിൽ അതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളുകളുടെ അടുക്കൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചികിത്സ തേടിപ്പോകാൻ പാടുള്ളൂ. ആ രൂപത്തിലുള്ള ആളുകളായിരിക്കണം ചികിത്സിക്കേണ്ടത്. അതല്ലാതെ കേവലം 6 മാസത്തെയും 1 വർഷത്തെയും ഡിപ്ലോമ കോഴ്സ് എടുത്തുകൊണ്ട് ഈ ക്ലിനിക്കുകൾ തുടങ്ങി ചികിത്സിക്കാനിരിക്കുന്ന മുറിവൈദ്യന്മാരുടെ അടുത്തേക്കും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പോകരുത്. അക്യുപഞ്ചർ ഇന്ന് ഒരുപാട് രൂപത്തിലുള്ള വിവാദങ്ങൾക്ക് പാനപാത്രമായി കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതിൽ ഏറ്റവും നല്ലതായ അക്യുപഞ്ചർ ഉണ്ട്, ചൈനീസ് അക്യുപഞ്ചർ. ആ രൂപത്തിൽ വർഷങ്ങളെടുത്ത് കൃത്യമായി MBBS പഠിക്കുന്നത് പോലെ തന്നെ വർഷങ്ങളോളം ചെലവഴിച്ച് പഠിച്ചുകൊണ്ട് വളരെ കൃത്യമായി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ക്ലിനിക്കുകളും സ്ഥാപനങ്ങളും ഉണ്ട്. അത് അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ ട്രീറ്റ്മെന്റ് ചെയ്യണം. അതല്ലാതെ 1 വർഷവും 2 വർഷവും ഒക്കെ പോയി നിന്നുകൊണ്ട് ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട്, 2 വർഷം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി 365 ദിവസം എന്ന് പറയുന്നത് പോലെ 2 വർഷം തുടർച്ചയായി ക്ലാസ് എടുത്ത് പഠിക്കുന്നവരല്ല. മാസത്തിൽ 1 ക്ലാസ് 2 ക്ലാസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അവർ 2 വർഷത്തെ ഡിപ്ലോമ. അത് ഈ കേസും പുകിലൊക്കെ വന്നതിന് ശേഷം 2 വർഷത്തെ ഡ്യൂറേഷൻ വെച്ചതാണ്. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് മുറിവൈദ്യം പഠിച്ചെടുത്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന ആളുകൾക്കിടയിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് പോയി നമ്മുടെ ശരീരത്തെ വെച്ച് കൊടുക്കരുത്. കൃത്യമായി നമുക്ക് അല്ലാഹ് വിവേകം തന്നിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട്, വിവേകം കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ഒറിജിനൽ ചികിത്സാ രീതികൾ ഏതാണോ ആ ചികിത്സാ രീതികളായിരിക്കണം വിശ്വാസികൾ നേടേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസുഖങ്ങൾ വന്നാൽ മന്ത്രങ്ങളെ നിങ്ങൾ മന്ത്രവാദികളെ, മന്ത്രം ചെയ്യുന്ന മന്ത്രവാദികളെയും ജ്യോത്സ്യന്മാരെയും കണക്കുനോട്ടക്കാരെയും നിങ്ങൾ സമീപിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ. ആരെങ്കിലും എന്ത് ചെയ്തു, ഒരു കണക്ക് നോട്ടക്കാരൻ, ഒരു ജ്യോത്സ്യനെ സമീപിച്ചു, എന്നിട്ടോ ആ ജ്യോത്സ്യനോട്, ആ കണക്ക് നോട്ടക്കാരനോട് എന്തെങ്കിലും ഒന്ന് അവൻ ചോദിച്ചു, ലം തുഖ്ബൽ ലഹു സ്വലാത്തൻ 40 ലൈല, 40 ദിവസത്തെ നമസ്കാരം എന്ത് ചെയ്യില്ല, അവനിൽ നിന്ന് അല്ലാഹ് സ്വീകരിക്കില്ല എന്നാണ്. ഒരു കണക്ക് നോട്ടക്കാരൻ്റെ അടുത്ത് പോയി, എൻ്റെ അസുഖം മാറുന്നില്ല, ഇത്ര നാളായി, അല്ലെ എൻ്റെ ഭാവി എന്താണ്, ഭൂതം എന്താണ് എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ ചോദിച്ചാൽ തന്നെ അവൻ്റെ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹ് സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ അതാ അറാഫൻ ഔ കാഹിനൻ, ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ അവൻ പോയി, അല്ലെങ്കിൽ ഒരു കണക്ക് നോട്ടക്കാരന്റെ അടുക്കൽ അവൻ പോയി, എന്നിട്ടോ ഫസദ്ദഖഹു ഫീമാ യഖൂൽ, അവൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി വിശ്വസിച്ചു കഴിഞ്ഞാൽ, സത്യപ്പെടുത്തി കഴിഞ്ഞാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു. അതായത് ഖുർആനിൽ അവൻ അവിശ്വസിച്ചു, അവൻ എന്തായി, കാഫിറായി പോയി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും. എവിടെ, ഒരു ജ്യോത്സ്യനെയോ കണക്കുനോട്ടക്കാരനെയോ ചോദിച്ചാൽ മതി, എന്തെങ്കിലും ഒന്ന് അവനോട് ചോദിച്ചാൽ 40 ദിവസത്തെ നമസ്കാരം പോയി. ഇനി അവൻ എന്തെങ്കിലും പറയുന്നു നമ്മൾ വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. എന്താണെങ്കിലും പാടില്ലാത്ത കാര്യമാണ്. അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം പറയാം. ഇന്ന് ഭാവിയും ഭൂതം അറിയാൻ ഓരോ മനുഷ്യന്മാരുടെ അടുക്കലേക്കോ സ്ഥാപനങ്ങളിലേക്കോ പോകേണ്ട നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ഈ ഫോൺ എടുത്തിട്ടൊന്ന് നെറ്റ് ഓണാക്കി സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആസ്ട്രോടോക്കിന്റെ ഒരു ആഡ് വരുന്നത്, പരസ്യം വരുന്നത്. എല്ലാവരും അത് കണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി അറിയണോ, നാളത്തെ അവസ്ഥ അറിയണോ, ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് എന്ത് ചെയ്യുക, അതിനകത്തൊന്ന് ചോദിച്ചു നോക്ക്. എന്റെ ജോലി പോയി, ഇനി അടുത്ത ജോലി, അടുത്ത ഇന്റർവ്യൂ എന്നാണ് കിട്ടുക, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വയസ്സായി, 30, 35, 40 വയസ്സായി, കല്യാണം നടക്കുന്നില്ല, ഏത് പ്രായത്തിലാണ് എന്റെ കല്യാണം നടക്കുക, എനിക്ക് പെണ്ണ് സെറ്റാകുന്നില്ല, പെണ്ണ് സെറ്റാകാൻ എന്ത് ചെയ്യണം, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, അത് മാറാൻ എന്ത് ചെയ്യണം. ഈ രൂപത്തിൽ മനുഷ്യന്റെ നാളത്തെ കാര്യം അറിയാൻ വേണ്ടി നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എന്ത് ചെയ്യുക, പടച്ചു വിട്ടേക്കാം. മതി, ഒന്ന് തോണ്ടി കൊടുത്താൽ മതി. ഇസ്ലാമിൽ നിന്ന് പുറത്തവൻ അതിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. വേറെ ആരുടെ അടുത്തേക്ക് നമ്മൾ പോകണ്ട, ആ വിരൽത്തുമ്പൊന്ന് തോണ്ടി കൊടുത്താൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. സഹോദരങ്ങളെ സൂക്ഷിക്കണം. നമ്മളെ വല വീശി പിടിക്കാൻ വേണ്ടി മുസ്ലിമിന്റെ മനസ്സുകളെ പിടിച്ചുകൊണ്ട് അവനെ ഇസ്ലാമിൽ നിന്ന് അവന്റെ ജീവിതത്തെ മുഴുവൻ തെറ്റിക്കാൻ വേണ്ടി എന്തൊക്കെ പണിയെടുക്കാൻ പറ്റുമോ ആ ശൈത്വാനിയത്തിന്റെ പണിയെടുക്കുന്ന കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് കൃത്യമായ ദിശാബോധത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹിൽ അഹദ് വൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല തഖ്വയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അല്ലാഹു അത് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അസുഖം വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ക്ഷമിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, കൃത്യമായിട്ട് ചികിത്സകൾ തേടുക എന്നത്. സബബുള്ള യുക്തിപൂർവമായ ചികിത്സകളായിരിക്കണം ഒരു വിശ്വാസി തേടേണ്ടത്. അതോടൊപ്പം തന്നെ ഇസ്ലാം പഠിപ്പിച്ചതാണ്, നിങ്ങൾ ചികിത്സയ്ക്ക് അസുഖത്തിന് ചികിത്സിക്കുന്നതിനോടൊപ്പം തന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ റുഖിയ ശറഇയ്യ മതത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള റുഖിയകൾ, മന്ത്രങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചൊല്ലണം. ആ റുഖിയ ചെയ്യാൻ വേറൊരു പണ്ഡിതന്റെയും ഉസ്താദിന്റെയും മൊല്ലയുടെയും അടുത്തേക്ക് നിങ്ങൾ പോകണ്ട, സ്വയം ചെയ്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അസുഖം വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അദ്ദേഹം മുഅവ്വിദാത്തുകൾ ഓതുകയും തന്റെ കയ്യിൽ ഊതുകയും അതുകൊണ്ട് ശരീരത്തിൽ തടവുകയും ചെയ്തിരുന്നു. ഏതൊക്കെയാണ് മുഅവ്വിദാത്തുകൾ? സൂറത്തുൻ നാസ്, ഫലഖ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ 3 സൂറത്തുകളും 3 പ്രാവശ്യം വീതം ഓതി കയ്യിൽ ഊതി ശരീരത്തിൽ തടവുക. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഇസ്ലാം പഠിപ്പിച്ച മന്ത്രമാണത്. ഏറ്റവും നല്ല റുഖിയ എന്ന് പറഞ്ഞാൽ ഫാത്തിഹയാണ്, സൂറത്തുൽ ഫാത്തിഹ. അതറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. സൂറത്തുൽ ഫാത്തിഹ കുറേ തവണ, മിനിമം ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും അത് ഓതിയിട്ട് കൈകളിൽ ഊതി ശരീരം മുഴുവനും തടവണം. നമ്മൾ ചികിത്സകൾ തേടുന്നതിന്റെ ഒപ്പം തന്നെ ഇസ്ലാം പഠിപ്പിച്ച മന്ത്രവും നമ്മൾ എന്ത് ചെയ്യുക? പതിവാക്കുക. വേദനയുള്ള ഭാഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് എവിടെയാണോ വേദനയുള്ളത് ആ വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ വലത് കൈ വയ്ക്കുക. എന്നിട്ട് ബിസ്മില്ലാ 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 3 പ്രാവശ്യം പറയാ. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്നുള്ള ദുആ നിങ്ങൾ 7 പ്രാവശ്യം പറയണം. നിങ്ങൾക്ക് വേദന മാറും. ആരാ പഠിപ്പിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പകലിലുള്ള ദിക്റുകൾ, വൈകുന്നേരത്തിലുള്ള ദിക്റുകൾ, ഈ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ചിട്ടയോടുകൂടി നമ്മുടെ ജീവിതത്തെ ഫോളോ ചെയ്യാനും നമ്മൾ തയ്യാറാകണം. നമ്മുടെയൊക്കെ വിചാരം ഈ ഉണ്ടാകുന്ന ലോകത്ത് കാണുന്ന അസുഖങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഈ പ്രകൃതിപരമായിട്ട് വരുന്ന അസുഖങ്ങളാണ് എന്നുള്ളതാണ്. വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക, പിശാചിന്റെ ഉപദ്രവം മൂലമുണ്ടാകുന്ന അസുഖങ്ങളും ഉണ്ട്. പിശാചിന്റെ ഉപദ്രവം മൂലമുണ്ടാകുന്ന അസുഖങ്ങളുമുണ്ട്. പിശാച് അവന്റെ മനസ്സിൽ, അവന്റെ കയറിക്കൂടി, അവന്റെ ശരീരത്തിൽ കയറിക്കൂടി അവനെ ബാധിപ്പിക്കുന്ന, അവനിൽ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള അസുഖങ്ങളുണ്ട്. അത് ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും പല രൂപത്തിലുള്ള വയ്യായ്മകൾ പിശാചിന്റെ ഉപദ്രവം മൂലമുണ്ടാകും. ആ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചത്. ഉറങ്ങാൻ നേരത്ത് എന്ത് ചെയ്യും? പിശാച് 3 കെട്ടിടും തലയിൽ. ആ 3 കെട്ട് പിറ്റേ ദിവസം രാവിലെ അവന് പൊളിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം? അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ദുആ ചൊല്ലണം, വുളൂ ചെയ്യണം, സുബ്ഹിന്റെ പള്ളിയിൽ പോയിട്ട് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണം പുരുഷന്മാർ, അല്ലെങ്കിൽ സുബ്ഹി നമസ്കരിക്കണം. ഇതോടുകൂടിയാണ് ആ 3 കെട്ടുകൾ വിടുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന, വീട്ടിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോയി ഇറങ്ങുമ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, ഇതൊക്കെ പതിവായി ചൊല്ലുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിശാചിന്റെ ഉപദ്രവം മൂലമുണ്ടാകുന്ന ഒന്നും അവനെ ബാധിക്കില്ല. ആ പവർ അല്ലാഹ് മനുഷ്യന് നൽകിയിട്ടുണ്ടെന്ന. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഫോളോ ചെയ്യുക. മന്ത്രങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ, മിനിമം ഫാത്തിഹയെങ്കിലും നമ്മുടെ ശരീരത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ അത് മന്ത്രിച്ചൂതി ഓതി തടവാൻ നമ്മൾ ശ്രദ്ധിക്കണം. കൃത്യമായ യുക്തിപൂർണമായ ചികിത്സകൾ നമ്മൾ തേടണം. അതുപോലെ തന്നെ അസുഖങ്ങൾ വരുമ്പോൾ വയറുവേദനയാണ്, പനിയാണെന്ന്, തലവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമസ്കാരം പോലുള്ള ഇബാദത്തുകൾ ഒഴിവാക്കാൻ പാടില്ല. നമസ്കാരം പോലുള്ള ഇബാദത്തുകൾക്ക് അള്ളാഹു കൃത്യമായ ഇളവ് നൽകിയിട്ടുണ്ട്. വുളു എടുക്കാൻ പറ്റൂല, ശക്തമായ പനിയാണെന്നുണ്ടെങ്കിൽ അവൻ തയമ്മും ചെയ്താൽ മതി. 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ അവനക്ക് യാത്രയിലാണെങ്കിൽ 2 റക്അത്തായി ചുരുക്കി നമസ്കരിക്കാം. നാട്ടിലാണെന്നുണ്ടെങ്കിൽ അവനക്ക് ജംആക്കി കൂട്ടി നമസ്കരിക്കാം. ഇതൊക്കെ അല്ലാഹ് മനുഷ്യന്മാർക്ക് തന്നിട്ടുള്ള ഇളവുകളാണ്. എങ്കിൽ പോലും ഇബാദത്തുകൾ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ കർശനമായ ഉപദേശമാണ്. ഈ കാര്യങ്ങളെ കൃത്യമായി പാലിക്കുക. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും യഥാവിധി ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.